യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവിക സാന്നിധ്യം നിറഞ്ഞ ഒരു പുതിയ ദിവസം, അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 39 അധ്യായം 33 തിരുവചനം. കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങളും യാചനകളുമായി ആവശ്യങ്ങളുമായി നമ്മൾ നിൽക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നമുക്ക് യഥാസമയം നമുക്ക് വേണ്ടതെല്ലാം നിറവേറ്റി തരുന്നുണ്ട്. ആ കിട്ടിയതിനെല്ലാം നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, ആ കിട്ടിയതിലെല്ലാം സംതൃപ്തി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുമ്പോൾ, നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടതെല്ലാം ദൈവം ചെയ്തു തരുന്നത് കാണുവാൻ സാധിക്കും. ലോകത്തിലേക്ക് നോക്കി നിരാശ പൂണ്ടുമ്പോൾ, എനിക്കതില്ലല്ലോ, എനിക്കത് കിട്ടണമല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, അത് ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ അത് നിരാശയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനു പകരം ഈ നിമിഷം വരെ പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ അതിനെല്ലാം നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. കർത്താവ് ഈശോ മിശിഹ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കുടുംബസമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മക്കളുടെ നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.